വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ എൻ്റെ വെൽനസ് കോച്ചായിട്ടുള്ള ഫസ്ന സലീമിൻ്റെ ക്ലബിൽ നിന്നാണ്. അപ്പോൾ മറ്റൊരു വ്യക്തിയുടെ ഹെൽത്ത് എക്സ്പീരിയൻസുമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. പുഷ്പേച്ചി എന്നാണ് പേര്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞതാണ്, ഇവിടെ മരുന്നോ മറ്റു കാര്യങ്ങളോ മെഡിസിൻസോ ഒന്നും അല്ല, നമ്മുടെ ജീവിതശൈലിയും ഭക്ഷണ രീതിയും ക്രമപ്പെടുത്തിയിട്ട് അതിലൂടെ നമുക്ക് ആരോഗ്യം പുനർജനിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ വെൽനസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ കൂടെ പുഷ്പേച്ചിക്ക് എന്തൊക്കെയാണ് അവരുടെ ഹെൽത്തിന് മാറ്റങ്ങൾ ഉണ്ടായെന്നുള്ളത് നിങ്ങൾക്ക് നേരിട്ടറിയാം. ഈ വെങ്ങാട് സ്വദേശിയാണ്. ഇവിടെ ഒരു മായോ മന്ത്രോ ഒന്നുമില്ല, അവരെ വാക്കിലൂടെ നിങ്ങൾക്ക് കേൾക്കാം. ഓക്കെ, പുഷ്പേച്ചി പറഞ്ഞു. ഈ ക്ലബിൽ കണക്ട് ആയിട്ട് എത്ര വർഷം? 1.5 വർഷം. എന്ത് അസുഖമായിട്ടാണ് ഇവിടെ വന്നത്? ഇവിടെ വരുമ്പോൾ കൈ തീരെ പോക്കാൻ പറ്റില്ല. ഷോൾഡർ പെയിന്, കടഞ്ഞിറങ്ങാൻ വേദന, തരിപ്പ്, ഇവിടെ മൊത്തം വീക്കം, തോർത്തുമുണ്ട് അടക്കം പിഴിയാൻ പറ്റാത്ത അവസ്ഥ, ഡ്രസ്സ് ഊരാൻ പറ്റാത്ത അവസ്ഥ, ഡെയിലി കുളിക്കാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെ പല പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ എത്ര കാലം നമ്മൾ ഹോസ്പിറ്റൽ ലൈഫായിട്ട് നടന്നു? ഹോസ്പിറ്റൽ ലൈഫായിട്ട് നടന്നു വെച്ചാൽ വർഷങ്ങളോളം, ഒരു 13 വർഷമായിട്ട് ഷുഗർ, പ്രഷർ, തൈറോയ്ഡ് ഒക്കെ മരുന്നുകൾ കഴിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഏകദേശം എമൗണ്ട് പറയാനല്ല, എന്നാലും ഒരു എമൗണ്ട് പല ഒഴിച്ചിലുകളും ഏകദേശം ലക്ഷങ്ങള് ചെലവായിട്ടുണ്ട്. എത്ര ലക്ഷം കൃത്യമായിട്ട് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് ഒഴിച്ചറിയാലോ. 13 വർഷം ഹോസ്പിറ്റലിൽ പോകുമ്പോഴുള്ള അവസ്ഥകൾ. ഓക്കെ, 1.5 വർഷമായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ? 1.5 വർഷമായിട്ടുള്ള മാറ്റങ്ങൾ, ഇവിടെ വരുന്ന സമയത്ത് കൈ പൊക്കാൻ പറ്റുന്നില്ല പറഞ്ഞത്. അത് ഞാനൊരു 10 ദിവസം കൊണ്ടേക്ക് കൈ പൊന്താൻ തുടങ്ങി. ഇവിടുന്ന് അവര് നമ്മുടെ ജീവിതശൈലി, ഭക്ഷണ രീതി റെഡിയാക്കി നല്ലൊരു പോഷകാഹാരം കൂടി ആഡ് ചെയ്തു. പക്ഷെ ഒരു കാര്യം, ചിലവര് പറയും ഈ വെൽനസ് സിസ്റ്റത്തിലൂടെ എനിക്കൊരു മാറ്റം വന്നിട്ടാണ്. പക്ഷെ അത് ഞാനും ഇപ്പൊ ഈ ക്ലബില് നമ്മുടെ കോച്ചിന്റെ സിസ്റ്റം BPL 3 മാസമായി, വളരെയധികം മാറ്റങ്ങൾ. പക്ഷെ നമ്മളാ അതിന്റെ ആ സിസ്റ്റത്തിലേക്ക് മാറാൻ തയ്യാറാണോ? നിങ്ങൾ മാറി, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്ര റിസൾട്ട് ഇല്ല എന്ന് പറയാനുള്ള ഒരു കാരണം വെച്ചാൽ അവര് കൃത്യമായിട്ട് നമ്മളെ ഫോളോ അപ്പും കാര്യങ്ങളും ചെയ്യാത്ത വ്യക്തികൾക്കാണ് റിസൾട്ട് കിട്ടാൻ പറ്റും. അല്ലാത്ത എല്ലാ വ്യക്തികൾക്കും റിസൾട്ട് കൃത്യമായിട്ട് കിട്ടും. അത് 100% എന്റെ കാര്യത്തിൽ ഉറപ്പാണ്. എന്താ വെച്ചാൽ എനിക്ക് 13 വർഷമായിട്ട് കഴിച്ചിരുന്ന എല്ലാ മെഡിസിൻസും നിർത്താൻ പറ്റും. അത് കൂടാതെ എനിക്ക് ഡോക്ടർ നിർദ്ദേശപ്രകാരം ഡോസ് കുറച്ച് കൊണ്ടുവന്നിട്ട് മരുന്നുകളൊക്കെ നിർത്തി. അത് കൂടാതെ എനിക്ക് 2 കാലുമുട്ടിന് സർജറി പറഞ്ഞതായിരുന്നു. ഞാൻ ഫസ്റ്റ് ഇവിടെ വരുന്ന സമയത്ത് എനിക്ക് തീരെ സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടായിരുന്നു. 2 കാലിന് കേട്ടിട്ട് നടന്നിട്ടുണ്ട്. അകത്ത് നടക്കുമ്പോൾ ചുമര് പിടിച്ച് നടക്കണം, പുറത്തു കൂടെ നടക്കുമ്പോൾ വഴിക്ക് നടക്കേണ്ട ഡോക്ടറിനോട് 48ാമത്തെ വയസ്സിൽ പറഞ്ഞതായിരുന്നു. എനിക്ക് 53 വയസ്സായി. 53 വയസ്സായെന്നൊന്നും പറഞ്ഞാൽ നമുക്ക്, കാരണം നമ്മളെ ഭക്ഷണ രീതിയോട് വയസ്സ് കൂടുതലായിട്ട് തോന്നുകയാണ്. അപ്പോൾ നമ്മൾ അസുഖം വന്നതിന് ശേഷം നമ്മൾ ചികിത്സിക്കുന്ന സിസ്റ്റമാണ് എന്താണ് ആശുപത്രി മറ്റു കാര്യം. ഇത് അസുഖം വരാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അസുഖം വരാതെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മളെ പൂർവികരൊക്കെ ഇല്ലേ, കർഷകരൊക്കെ ആയിരുന്നു, അവരവരുടെ ഭക്ഷണ രീതി, ജീവിതശൈലി ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ കുട്ടിക്കാലത്ത് കണ്ടിരുന്നില്ല, വയസ്സായ ആൾക്കാർക്ക് അസുഖങ്ങളൊന്നും ഇല്ലാത്തൊരു ലൈഫ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാണ് ഫാസ്റ്റ് ഫുഡ് മറ്റു കാര്യങ്ങൾ, ഫാസ്റ്റ് ഫുഡിനെ കുറ്റം പറയില്ല, അതിനും നല്ല ഭക്ഷണ രീതികളുണ്ട്. ഫാസ്റ്റ് ഫുഡിനും നല്ല ഭക്ഷണ രീതികൾ, നമ്മൾ അതൊക്കെ മനസ്സിലാക്കാനാണ് ഈ ക്ലബ്ബുകളിൽ വരുന്നത്. അതായത് ഇപ്പൊ ഫസ്റ്റ് സലീമിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവർക്ക് ഹെൽത്ത് പ്രോബ്ലം ഉണ്ടായിരുന്നു. അവർ ആ സിസ്റ്റം, ഈ സിസ്റ്റം കീപ്പ് ചെയ്തു. മറ്റൊരു കോച്ച് മുഖാന്തരം അവരെ ഹെൽത്ത് വീണ്ടെടുത്തു. പിന്നെ ഞാൻ ഇത്തിരി കാലമായിട്ട് അറിയുന്ന ആളാണ്, എൻ്റെ സ്റ്റുഡിയോ ഫീൽഡിലേക്ക് ബന്ധപ്പെട്ട ആളാണ് സലീം. അതുകൊണ്ട് എനിക്ക് അവർക്ക് വിശ്വാസമാണ്. ആദ്യത്തെ മാറ്റവും ഇപ്പോഴത്തെ മാറ്റവും എനിക്കും വിശ്വാസമായി. അപ്പോൾ എനിക്കും കുറേ മാറ്റങ്ങൾ വന്നു. അപ്പോൾ പുഷ്പേച്ചിയുടെ മാറ്റങ്ങളാണ് നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഹെൽത്ത് പ്രോബ്ലം ആയിട്ടുള്ളവർ, അല്ലെങ്കിൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ മാറ്റണം, നമ്മുടെ ജീവിതശൈലി മാറ്റണം, നമുക്ക് നല്ലൊരു ഫുഡ് ഹാബിറ്റിലേക്ക് നമ്മൾ വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ ആൻറ്റി ഏജിങ്ങിലേക്ക് വരും. കാരണം എനിക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടെന്ന് പലരും പറയാറുണ്ട്, എനിക്കത് അറിയില്ല കേട്ടോ, ആൾക്കാർ ചോദിക്കും. അപ്പൊ എന്തെങ്കിലും ചെറിയ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു പുഷ്പേച്ചി. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.